ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു പ്ലെയിൻ കളർ അല്ല പ്ലെയിൻ കുർത്തീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ എംബ്രോയ്ഡറി ഒന്നും പഠിക്കാതെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആട്ടോ കാണിക്കണത്. അതിനിതാ ഇതുപോലെ കുറച്ച് കട്ട് ബീഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ത്രെഡ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ കട്ട് ബീഡ്സ് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമിനനുസരിച്ച് നമുക്ക് എത്ര വേണമെന്നുണ്ടോ അത്രത്തോളം നമുക്ക് തൂക്കി തരും. അപ്പോൾ ഒരു ഗ്രാമിന് ഒരു 2 രൂപ അങ്ങനെയൊക്കെ ഇതിനൊക്കെ വിലയുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി ഇതുപോലെ സിമ്പിൾ ഡിസൈനൊക്കെ നമ്മൾ സ്വയം ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ ഡ്രസ്സിന് അത്രയും നല്ലൊരു ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു വി ഷേപ്പ് നെക്കുള്ള ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഇതേപോലൊരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു വി ഷേപ്പ് ഒന്ന് വരച്ചെടുത്തു. രണ്ടറ്റത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു ശാഖയൊക്കെ പറയില്ല, ഒരു ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരക്കാനൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ബീഡ്സൊക്കെ കൊടുത്തു കൊടുക്കാം. ഇത് എന്നെ പോലെ വരക്കാൻ അറിയാത്ത, എംബ്രോയ്ഡറി ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് അതിൻ്റെ അറ്റത്ത് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. നമ്മൾ എന്ത് ബീഡ്സ് വെച്ച് കൊടുക്കുന്നതാണെങ്കിലും ഉറപ്പായിട്ടും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് തുന്നി കൊടുക്കണം. ഇതിൻ്റെ ഹോളിലോട്ട് സൂചി നൂലും കടത്തിയിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് കോർത്ത് കൊടുക്കണം. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒറ്റ ഇടലിന് തന്നെ ഒറ്റ അലക്കിന് തന്നെ എല്ലാ നൂലും എന്താ പറയുക ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങും. മുത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു മുത്ത് വെച്ചതിന് ശേഷം ഞാനൊരു 3 നമ്മുടെ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വരച്ചു കൊടുത്ത ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ അറ്റത്ത് തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലായി, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാ നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത ഗോൾഡൻ കളർ ബീഡ്സിൻ്റെ താഴെ തന്നെയായിട്ട് 3 ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഞാൻ ആ ഹോളിലൂടെ തന്നെ നമ്മളെ ബീഡ്സിൻ്റെ ഹോളിലൂടെ തന്നെ വീണ്ടും സൂചി നൂലും കടത്തി നല്ല സ്റ്റിക്കായിട്ട് തന്നെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ബീഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും ഡബിൾ സ്റ്റിച്ച് ഉറപ്പായിട്ടും കൊടുക്കണേ. ഇനി 2 വീതം നമ്മൾ 2 കട്ട് ബീഡ്സ് വീതം എടുത്തു. അതിലേക്ക് ഒരു ഗോൾഡൻ കളർ ബീഡ്സും 2-3 ഒരുമിച്ച് തന്നെ കേട്ടോ കോർത്ത് കൊടുത്തത്. 2 കട്ട് ബീഡ്സും ഒരു ഗോൾഡൻ കളർ ബീഡ്സും ഇതുപോലെ കോർത്ത് എടുക്കാം. നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തില്ലേ, സൈഡിലേക്ക് ഒരു ലൈന് കൂടി നമ്മൾ വരച്ചു കൊടുത്തില്ലേ, ആ സൈഡിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ അറ്റത്തൊന്ന് കുത്തി കൊടുക്കുക. വീണ്ടും അതിനുള്ളിലോട്ടൊക്കെ കടത്തിയിട്ട് സൂചി നൂലും കടത്തിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ബീഡ്സ് മാത്രം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സാധാരണ സൂചി നൂലും വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ വർക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും അതേ മെത്തേഡിൽ ഒരു 2 വീതം 2 കട്ട് ബീഡ്സ് വീതം എടുക്കുക, ഒരു ഗോൾഡൻ കളർ ബീഡ്സ് വീതം എടുക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ക്രോസ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുത്തില്ലായിരുന്നു, ഞാൻ വരച്ചതൊക്കെ മാഞ്ഞു പോയല്ലേ, ആ വരച്ചു കൊടുത്തതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. വീണ്ടും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ അറ്റത്തൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട്, അതായത് ഒരു മുത്തിൻ്റെ അകത്തൊരു ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഹോളിനകത്തൂടെ ഒന്നുകൂടി ഞാൻ കയറ്റിയിട്ട് എന്താ പറയുക നല്ല സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ചെയ്തില്ല എങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇതേ മെത്തേഡ് തന്നെ നമ്മൾ മറ്റേ അറ്റം വരെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ആദ്യം ഒരു 3 കട്ട് ബീഡ്സ് എടുക്കാം. അതിനുശേഷം അതൊന്ന് സ്റ്റിച്ചാക്കി കഴിഞ്ഞതിന് ശേഷം 2 സൈഡിലേക്കായിട്ട് 2 കട്ട് ബീഡ്സ് വീതം അതേപോലെ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് വീതം സൈഡിലേക്കായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള പണി. ഇതിൽ കൂടുതൽ ഇനി വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ കൊടുക്കുന്നില്ല. ഇത്രയൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക്. ഇത് നമ്മൾ ഇതേ വർക്ക് തന്നെ നമുക്ക് സാരി ബ്ലൗസിൻ്റെ നമ്മുടെ സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവിൻ്റെ അറ്റത്തും ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ നെക്കിൻ്റെ അവിടെയും ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് നമ്മൾ ചെയ്യിക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ, ഈ ഒരു ചെറിയ വർക്കിനൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഡ്രസ്സ് നമ്മൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഒന്നാമത്തെ കാര്യം കാണാൻ നമ്മുടെ ഡ്രസ്സിന് നമ്മൾ സാധാരണ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു നല്ലൊരു പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള അതേ ഡ്രസ്സ് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ പ്ലെയിൻ മെറ്റീരിയലൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ എന്താ പറയുക, ഇതുപോലത്തെ സിമ്പിൾ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് എത്രയോ പൈസ ലാഭിക്കാം. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈനൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു ബീഡ്സിനൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു ഗ്രാമിന് 2 രൂപയോ അങ്ങനത്തെ വിലയുള്ളൂ കേട്ടോ. ഈ ഒരു ബീഡ്സിനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ അതേ മെത്തേഡിൽ തന്നെ
കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.